يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله رب العالمين. اللهم ربنا لك الحمد، آمنا بك وبملائكتك وكتبك ورسلك واليوم الآخر والقدر خيره وشره، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. وما أمروا إلا ليعبدوا الله مخلصين له الدين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ആയുഷ്കാലം അമലുകൾ ചെയ്തുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ വിജയം പ്രാപിക്കുവാനുള്ളതാണ്. ജീവിതത്തിലെ ഒരു സമയവും വെറുതെ പാഴാക്കിക്കളയാനുള്ളതല്ല. നേരം പോക്കിനു വേണ്ടി ഞാൻ ഇന്ന പ്രവർത്തനം ചെയ്യുന്നു എന്ന ഒരു പ്രയോഗം ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല എന്നാണ്. കാരണം അങ്ങനെ നേരം പോകുവാൻ വേണ്ടി മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടവരല്ല വിശ്വാസികൾ. നമുക്ക് ലഭ്യമാകുന്ന ജീവിതത്തിലെ ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ്. നമ്മുടെ ഓരോ കർമ്മങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന് അറിയുക റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ എത്തി വിചാരണയ്ക്ക് വിധേയമാകുന്ന ഘട്ടത്തിൽ തന്നെയേ നമുക്കറിയുകയുള്ളൂ. എന്നാൽ നാം ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ പ്രധാനമായും രണ്ട് ഉപാധികൾ അതിന് ഉണ്ടായിരിക്കണം. ഏതൊരു പ്രവൃത്തിയും അതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എങ്കിലേ നമ്മുടെ അമൽ നമുക്ക് പരലോകത്ത് പ്രയോജനപ്പെടുകയുള്ളൂ. ഈ ലോകത്ത് ആളുകൾ നമ്മെ എങ്ങനെ വിലയിരുത്തി, ഏത് വിധത്തിൽ വിലയിരുത്തിയാലും അതല്ല നമ്മുടെ മുഖ്യ ലക്ഷ്യം. അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ അമലുകൾ എനിക്ക് പ്രയോജനപ്പെടണം. അതിന് ഞാൻ എന്ത് വേണം? എന്നോടും നിങ്ങളോടും എനിക്ക് അല്പനേരം അതാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഒന്നാമതായി വേണ്ടത് ഈമാനും ഇഖ്ലാസുമാണ്. എന്താണ് ഈ ഈമാൻ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. അൽ-ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, 70 പരം ശാഖോപശാഖകളായി പടർന്നു കിടക്കുകയാണ് ഈമാനിന്റെ പൂർത്തീകരണം.
എന്നാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദിന്റെ കലിമ, അതാണ് ഏറ്റവും പ്രധാനം. അതിൽ തന്നെയാണ് ഇഖ്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും വരേണ്ടത്. ഞാൻ ഏതൊരു വാക്ക് പറയുമ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും എന്റെ ഉദ്ദേശമെന്ത്, എന്റെ ലക്ഷ്യമെന്ത് എന്ന് അള്ളാഹുവാണ് അറിയുക. ആ അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് പ്രയോജനം ലഭിക്കുന്ന വിധത്തിൽ ഞാൻ എന്റെ റബ്ബിന്റെ പ്രതിഫലം മാത്രമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതോ ഇതുകൊണ്ട് ലോകമാന്യമോ ആളുകളുടെ കയ്യടിയോ ആളുകളിൽ നിന്നുള്ള മറ്റേതെങ്കിലും ഭൗതികമായ നേട്ടങ്ങളോ ആണോ ഞാൻ ലക്ഷ്യമാക്കുന്നത് എന്ന് ഈ ലോകത്തൊരാൾക്കും മനസ്സിലാക്കാനാവില്ല. ഇവിടെ അതിന് സംവിധാനങ്ങളുമില്ല. ഒരേ പള്ളിയിൽ ഒരേ ഇമാമിന്റെ കീഴിൽ ഒരേ പള്ളിയിൽ ധാരാളം ആളുകൾ നിസ്കരിക്കുന്നു. ഓരോരുത്തരുടെയും നമസ്കാരങ്ങളുടെ പ്രതിഫലങ്ങൾ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ വ്യത്യസ്തങ്ങളായിരിക്കും. ചെയ്തതൊക്കെ ഒരേപോലെ, ബാഹ്യമായി ഒരാൾ നോക്കുമ്പോൾ പ്രവർത്തികളെല്ലാം ഒന്നുപോലെ. പക്ഷേ റബ്ബിന്റെ കോടതിയിൽ അത് വിലയിരുത്തപ്പെടുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും. അവിടെ പരിഗണിക്കുന്നത് ചില മൂല്യങ്ങൾക്കാണ്. ആ നിസ്കരിക്കുന്ന വേളയിൽ ആ മനുഷ്യന്റെ ഖൽബ് എവിടെയായിരുന്നു, ആർക്കു വേണ്ടി അവൻ ചെയ്തു, അവന്റെ വിശ്വാസം എന്തായിരുന്നു, അവന്റെ നിലപാടുകൾ എന്തായിരുന്നു, ഇതിവിടെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ഒരു അളവുകോലുകളുമില്ല, മനസ്സിലാക്കാനാവില്ല. അതറിയുന്ന ഏകനായ അല്ലാഹു, അവൻ മാത്രമാണ് യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെയും ആരും അറിയാതെ നമ്മൾ കണ്ണുകൊണ്ട് അനാവശ്യങ്ങളിലേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ആരും അറിഞ്ഞില്ല. ശരിയാണ്, ആരും അറിഞ്ഞില്ല. പക്ഷേ അല്ലാഹു അതറിയും. അല്ലാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അവനാണ് അറിയുന്നത്. എന്റെയും നിങ്ങളുടെയും നിയ്യത്തറിയാൻ ഈ ലോകത്ത് ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാലും ഒരു ഉപകരണങ്ങൾ വെച്ച് നോക്കിയാലും എന്താണ് മനസ്സിന്റെ അകത്തുള്ള നിയ്യത്തെന്ന് പറയാൻ കഴിയില്ല. അതറിയുന്നവൻ ഏകനായ അല്ലാഹുവാണ്. അവിടെയാണ് ഇഖ്ലാസിന്റെ അടിക്കല്ല്, അടിത്തറ അവിടെയാണ്. അല്ലാഹുവിന് വേണ്ടി കർമ്മം ചെയ്യുക. എന്താണ് പണ്ഡിതന്മാര് പറഞ്ഞത്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഹുവ അൻ യഖ്സിദൽ മർഉ ബിഅമലിഹി വഖൗലിഹി വജ്ഹ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, വാക്കുകൾ പറയുക എന്ന്. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസാ വബ്തുഗിയ ബിഹി വജ്ഹുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കുന്നതല്ല ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളല്ലാതെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കേ അവിടെ സ്വീകാര്യതയുള്ളൂ. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ നിബന്ധന. അതിൽപ്പെടുന്ന ഈമാനിന്റെ പരമപ്രധാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതും ഇഖ്ലാസോടെ ആയിരിക്കണം. ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശത്തിന് നിരക്കുന്നതും നിരക്കാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അവ പാലിച്ചുകൊണ്ട് ആര് അത് പറയുന്നു, അതിന് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ വിലയുണ്ടാവുകയുള്ളൂ. അങ്ങനെ പാലിച്ചുകൊണ്ട് പറഞ്ഞാൽ അതിന് ലഭ്യമാകുന്ന മഹത്വം എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖാല അബ്ദുൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ഖത്ത് മുഖ്ലിസാ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ ഹത്താ തുഫ്ദിയ ഇലൽ അർശ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇഖ്ലാസോടുകൂടെ പറഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുസ് സമാഇ, കണ്ടോ, ആകാശലോകത്തിന്റെ 7 ആകാശത്തിന്റെയും കവാടങ്ങൾ ആ വാക്കിന് സ്വീകരിക്കപ്പെടുന്നതാണ്.
അങ്ങനെ 7 ആകാശത്തിന്റെയും കവാടങ്ങൾ മലർക്കെ അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടി തുറന്നു വെക്കുകയും അവസാനം അത് റബ്ബിന്റെ അർശിലേക്ക് ചെന്നെത്തുന്നത് വരെ അത് അതിശീഘ്രം കുതിച്ചുകൊണ്ടിരിക്കും, അതിന് സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവർക്കൊക്കത് കിട്ടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്യുടെ ആദർശം പ്രവാചകന്മാര് പഠിപ്പിച്ച ഒരു ആദർശം. ആ ആദർശത്തിൽ നിന്ന് വിരുദ്ധമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്. അവർ ഖബറുകളെ സമീപിക്കുന്നു, സമീപിക്കാതെയും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ അവരോടാണ്. അപ്പൊ ചില സാധാരണ ജനങ്ങൾ പറയും, ഞങ്ങളാരും മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അവരുടെ ഹഖ്ജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹ് രോഗം ശിഫയാക്കണേ എന്നൊക്കെ പറയുന്നില്ലേ ഉള്ളൂ. അല്ല, അതാണെങ്കിൽ തന്നെയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്തൊരു രീതിയാണ്, ബിദ്അത്തായ രീതിയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമാണ് റഹ്മാനായ റബ്ബിനോട് ചോദിക്കുന്നത് പോലെ സർവ്വ കാര്യങ്ങളും. അള്ളാഹുവിനോട് ഞാനും നിങ്ങളും വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, ഞാൻ എവിടെയാണെങ്കിലും എന്റെ ശബ്ദം കേൾക്കും, എന്നെ കാണും, എന്നെ അറിയും. ഇനി സംസാരിക്കാൻ എനിക്ക് ശേഷിയില്ലെങ്കിൽ പോലും എന്റെ മനസ്സിന്റെ വികാരങ്ങൾ അവൻ അറിയും. ഇതൊക്കെ നമ്മൾ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോഴുള്ള നമ്മുടെ വിശ്വാസങ്ങളാണ്. ഇതേ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന് വിളിച്ചാലും അവർ കാണും, കേൾക്കും, അറിയും എന്ന് മാത്രമല്ല, എപ്പോൾ വിളിച്ചാലും അവർ ഓടിയെത്തും, വിളിപ്പുറത്തുണ്ടാകും. ഈ വിശ്വാസത്തിന്റെ ശക്തി പകരുവാൻ വേണ്ടിയാണ് ഇന്ന് ഖബർ സിയാറത്ത് ടൂറുകൾ എന്നൊക്കെയുള്ള പേരും പറഞ്ഞുകൊണ്ട് രാജ്യത്തുള്ള ദർഗകളിലും മഖാമുകളിലും ജാറങ്ങളിലും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആളുകൾ ഒഴുകി നടന്നുകൊണ്ടിരിക്കുന്നത്. പേരെന്താ? സിയാറത്ത് ടൂർ. സിയാറത്ത് ടൂർ, ഖബർ സിയാറത്ത് എന്നാണ് പേര്. ഖബർ സിയാറത്ത് ഇസ്ലാം നിയമമാക്കിയിട്ടുള്ളത് വേറെ ലക്ഷ്യത്തിനാണ്. അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുമാണ്. അതേ അവസരത്തിൽ ഓരോരുത്തർക്കും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനാണ് ഖബറുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരോട് വിളിച്ച് സഹായം തേടാൻ, ആ ഖബറുകളെ ചുംബിക്കാൻ, അവിടെ തൊട്ടുമുത്താൻ, അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ, വിളക്ക് കൊളുത്തുവാൻ, ജാറം മൂടുവാൻ, കുട്ടിയെ തരണേ എന്ന് പറയാൻ, രോഗം മാറ്റണേ എന്ന് പറയാൻ നേർക്ക് നേരെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിൽ അത് കാപട്യമാണ്. അതിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിലയും ഉണ്ടാവില്ല. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ശിർക്ക് എന്നാണ് അതിനെ അല്ലാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അവനാണ് അതിന് അവകാശപ്പെട്ടവൻ. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഒരിക്കലും അവർക്ക് ഉത്തരം കിട്ടൂല, ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയൂല എന്നാണ്. ഉദാഹരണവും പറഞ്ഞു, ഇല്ലാക ബാസിത്തി കഫൈഹി ഇലൽ മാഇ. ഒരു കിണറിന്റെയോ ജലാശയത്തിന്റെയോ അടുക്കൽ പോയിട്ട് അതിൽ നിന്ന് വെള്ളം മുക്കിയെടുക്കുവാനുള്ള ബക്കറ്റോ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ഒരാൾ വെള്ളത്തിന്റെ നേരെ കൈനീട്ടിയിട്ട് പറയാണ് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ആ വെള്ളം അവന്റെ വായിലേക്ക് എത്തുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഇല്ലാ കബാസിത്തി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹ് വമാ ഹുവ ബിബാലിഗിഹി. അത് എത്തൂല. ഇതിനേക്കാൾ നിരർത്ഥകമാണ്, അർത്ഥമില്ലാത്ത സംഗതിയാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൽ. അതുകൊണ്ട് ഈ പ്രവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ മറക്കരുത്. നമ്മുടെ അമൽ സ്വീകരിക്കണമെങ്കിൽ ബേസിക്കായി ഉണ്ടായിരിക്കേണ്ട 2 നിബന്ധനകളിൽ ഒന്നാമത്തെ നിബന്ധനയാണ് ഞാൻ പറഞ്ഞത്, ഇഖ്ലാസ്. ആ ഇഖ്ലാസിന്റെ ഏറ്റവും ഉൾച്ചേർന്ന ഘടകമാണ് തൗഹീദ് ശരിയാവുക എന്നുള്ളത്, ഈമാൻ ശരിയാവുക എന്നുള്ളത്.
ഈമാനിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പം മുതൽക്ക് പഠിച്ചു തുടങ്ങുന്നതാ ഈമാനിന്റെ 6 കാര്യങ്ങൾ. അതതിന്റെ ഏറ്റവും പ്രബലമായ റുക്നുൽ ഇസ്ലാം എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈമാൻ, റുക്നുൽ ഈമാൻ. ഏതെങ്കിലും ഒന്നിൽ ഭംഗം വന്നു പോയാൽ ആരായിട്ടും കാര്യമില്ല, അമല് പ്രയോജനപ്പെടൂല. അള്ളാന്റെ റസൂൽ അടക്കമുള്ള ലോകത്തുള്ള പ്രവാചകന്മാരോട് മുഴുവൻ അല്ലാഹു പറഞ്ഞു, ശിർക്കെങ്ങാനും സംഭവിച്ചു പോയാൽ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും, പരലോക പരാജിതരിൽപ്പെട്ടു പോവുക തന്നെ ചെയ്യുമെന്ന്. പ്രവാചകന്മാര് ശിർക്ക് ചെയ്യും എന്ന നിലക്കല്ല അള്ളാഹ് പറയുന്നത്. അത്രത്തോളം വലിയ മഹാന്മാരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം എന്ത് എന്നാലോചിക്കാനാണ് ഓരോ സാധാരണക്കാരനായ പുരുഷനും സ്ത്രീയും. അപ്പൊ ഈ വാക്കിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ അല്ലെങ്കിൽ എഴുതി വെക്കുക, അതുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾക്കറിയില്ലേ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജാറങ്ങളിലേക്ക് കടക്കുന്ന വാതിലുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് എഴുതി വെച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെച്ച കവാടത്തിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് ആ ജാറത്തിലുള്ള ആളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എന്ത് വിലയാണുള്ളത്? എന്ത് വിലയാണുള്ളത്? ജാറം മൂടിയ പുതപ്പ്, പച്ചപ്പട്ട്, അതിന്മേൽ ആയത്തിൽ കുർസിയാ കാണുന്നത്. എന്താ ആയത്തിൽ കുർസി? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി. അല്ലാഹ് മാത്രാണ് ആരാധ്യൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നേർച്ച വഴിപാടുകൾ അർപ്പിക്കേണ്ടത്, ഏതെല്ലാം ആരാധനയുടെ ഇബാദത്തിന്റെ വശങ്ങളുണ്ടോ അത് മുഴുവനും അവകാശപ്പെട്ട ഒരേ ഒരു ശക്തി അല്ലാഹു മാത്രമേയുള്ളൂ. അവൻ ഒരിക്കലും മരണമില്ല, എന്നെന്നും ജീവിച്ചിരിക്കും. അവനൊരിക്കലും മരണമില്ല, ഉറക്കമില്ല, മയക്കമില്ല. ഇതൊക്കെ എഴുതിയ പച്ചപ്പട്ടാണി മരിച്ചു കിടക്കുന്ന ആളുടെ ജാറത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പൊതച്ചിട്ട് നിങ്ങൾ എന്നെ കാക്കണം എന്ന് പറയുന്നു. ഇവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്താണ് പ്രയോജനം? അങ്ങനെ സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞ് രാജ്യത്തുള്ള ദർഗകളിലും മഖാമുകളിലും ജാറങ്ങളിലുമൊക്കെ മുഴുവനും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പോയി കാണിക്കപ്പട്ടിയിൽ നേർച്ചവഞ്ചിയിൽ വഴിപാടുകളും നേർച്ചകളും ഇടുകയും എല്ലാവർക്കും ആവശ്യം എന്താണ്? വിവിധങ്ങളായ ആവശ്യങ്ങൾ. ഇതൊക്കെ ഇയാള് വീട്ടിത്തരണം. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഔലിയാക്കന്മാരാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സഹോദരങ്ങളെ. ഇനി അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി മൃഗങ്ങളെയും കോഴികളെയും അറുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുന്നു, അരയിലും കൈത്തണ്ടയിലും കഴുത്തിലുമൊക്കെ ചരടുകൾ ബന്ധിക്കുന്നു, ഏലസുകൾ ഉറുക്കുകൾ ബന്ധിക്കുന്നു. ഈ വിശ്വാസം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവനേക്കാൾ സ്നേഹിക്കേണ്ടുന്ന വളരെ കൃത്യമായ നമ്മുടെ ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ മറ്റു അമലുകളൊക്കെ അന്ന് പരിഗണിക്കുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അള്ളാന്റെ പ്രയോജനം മാത്രമേ ഉദ്ദേശിക്കാവൂ, റബ്ബിന്റെ പ്രതിഫലം മാത്രമേ നമ്മൾ ലക്ഷ്യം വെക്കാവൂ. ഇതാണ് ഒരു അമല് സ്വീകരിക്കുവാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ചെയ്യുന്ന അമൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പരലോകത്ത് എനിക്ക് പ്രതിഫലം കിട്ടണം, അല്ലാഹു അവന്റെ അടുക്കൽ എനിക്ക് സ്വർഗം തരണം എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമായില്ല, ഈ ഉപാധിയും കൂടി ഉണ്ടാവണം. അതേതാ? ഞാൻ ചെയ്യുന്ന കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക ഉള്ളതായിരിക്കണം. അതല്ലെങ്കിൽ അതിന്റെ പേര് ബിദ്അത്ത് എന്നാണ്. 5 നേരം നിസ്കരിക്കണം. ഞാൻ പറയണ എനിക്ക് നല്ല ഉന്മേഷമുണ്ട്, 6 നേരം ഞാൻ നിസ്കരിക്കും. അല്ലെങ്കിൽ ഞാൻ സുബഹിക്ക് എഴുന്നേറ്റിട്ട് ഒരു ദിവസം പറയാണ്, എന്താ ഈ 2 റക്അത്ത് നിസ്കാരം, എനിക്ക് ഇന്ന് നല്ല ഉന്മേഷമുണ്ട്, ഇന്ന് ഞാൻ 4 റക്അത്താണ് നിസ്കരിക്കുന്നത്. ഒരാൾ സുബഹി അങ്ങനെ നിസ്കരിച്ചാലോ നരകത്തിലേക്കാണ് ആ നിസ്കാരം. അപ്പൊ ചോദിക്കുന്ന ആളുകൾക്ക് ചോദിക്കാം, എന്താ ഇപ്പൊ കുഴപ്പം? ഒരു 2 റക്അത്ത് അധികരിപ്പിച്ചാല് 2 ഫാത്തിഹ കൂടല്ലേ, 2 റുക്കൂഴ് കൂടല്ലേ, 4 സുജൂദ് കൂടല്ലേ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യല്ലേ, ഖുർആനല്ലേ ഓതുന്നത്, വേറൊന്നും വായിക്കും വേറൊന്നും പാടുമൊന്നുമല്ലല്ലോ. എന്താ അതിനൊരു തെറ്റാണ്.
അവിടെയാണ് പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്. ഒരു അമൽ സ്വീകരിക്കണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളോട് യോജിച്ച 100% യോജിച്ച നിലക്കായിരിക്കണം. അതാണ് മുതാബഅത്തുർ റസൂൽ അല്ലെങ്കിൽ ഇത്തിബാഉർ റസൂൽ എന്ന നിബന്ധന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനം അതിലൊക്കെ ഇതുണ്ടോ എന്ന് നമ്മൾ പരിഗണിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആശയാദർശങ്ങൾക്ക് വിരുദ്ധമാണോ എങ്കിൽ അതിന് സ്വീകാര്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ 2 നിബന്ധനകളും ഒത്ത അമലുകളുമായി പരലോകത്തെത്തിയാലേ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈ ദുനിയാവിൽ പോലും നമുക്ക് രക്ഷയാവുക ഇഖ്ലാസോടുകൂടെ ചെയ്ത കാര്യങ്ങളാണ്. ഏറ്റവും പ്രതിസന്ധിയും പ്രയാസവും അനുഭവിക്കുന്ന ഘട്ടത്തിൽ എനിക്കോ നിങ്ങൾക്കോ റബ്ബേ ഇത് നിനക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ് എന്ന് പറയാവുന്ന എന്താണുള്ളതെന്ന് ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ച് നോട്ട് ചെയ്ത് നോക്കൂ. നമുക്കെന്താ ഉണ്ടാവുക? നമുക്ക് പറയാവുന്നത് എന്താ ഉണ്ടാവുക? അല്ലാഹ് ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്, നീ എന്നെ രക്ഷിക്കണം എന്ന് പറയാവുന്ന എന്ത് അമലാണ് നമുക്കുള്ളത്? ഒരു ഗുഹയിൽ അകപ്പെട്ട 3 പേരുടെ സംഭവം സുപ്രസിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആളുകൾ ഒരു ഗുഹയിൽ അകപ്പെട്ടു. ഞാൻ ആ ചരിത്രം ദീർഘിപ്പിക്കുന്നില്ല. ഒരു യാത്രാമധ്യേ ഗുഹയിൽ കയറിയതാണ്. ഗുഹാമുഖത്തൊരു പാറക്കല്ല് വന്നടിഞ്ഞു. 3 ആളുകൾ ഗുഹക്കകത്തുപെട്ടു. ശ്വാസം കിട്ടുന്നില്ല. പാറക്കല്ല് ഗുഹാമുഖം അടഞ്ഞിരിക്കുകയാണ്, പുറത്തു കിടക്കാൻ വയ്യ. 3 ആളും എല്ലാ ശക്തിയും സംഭരിച്ച ആ കല്ല് തള്ളി നോക്കി, നീങ്ങുന്നില്ല. വലിയ പാറക്കല്ലാണ്. അവസാനം അവർ 3 പേരും ഓരോരുത്തരും അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ് ഗുഹയിൽ വെച്ച്. എന്താ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്? അവരവരുടെ ജീവിതത്തിൽ അവർക്ക് ഓർത്തെടുക്കാവുന്ന അവർ ഇഖ്ലാസോടെ ചെയ്ത കർമ്മങ്ങളുടെ ലിസ്റ്റ് ഓരോരുത്തരും ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. അതിൽ ഒരാൾ പറഞ്ഞു, ഞാനൊരിക്കൽ എനിക്ക് വ്യഭിചരിക്കാൻ ഒരു ചാൻസ് കിട്ടി, ആരും അറിയില്ലായിരുന്നു. ഒരൊറ്റ കുട്ടി എന്നെ കാണൂല, ആരും അറിയൂല, ഒരിക്കലും അത് വെളിപ്പെടാൻ പോകുന്നില്ല. സമ്പൂർണ്ണ സമ്മതത്തോടുകൂടെ എല്ലാ നിലക്കും ഞാൻ അതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോ ഞാൻ ഈ അവിഹിതമായ ബന്ധത്തിന് മുതിരുന്ന പെൺകൊടി എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ പേടിക്ക്. ആരും കാണുന്നില്ല, പക്ഷെ അവിടെ കാണുന്നുണ്ട്. ആ വാക്ക് കേട്ടതോടുകൂടി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആ മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, അല്ലാഹുവേ, ഞാനാ ചെയ്ത കാര്യം അപ്രകാരം ഞാനാ പ്രവൃത്തി വേണ്ടെന്ന് വെച്ചത് നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് നീ അറിയുന്നുവെങ്കിൽ ഞങ്ങൾ അകപ്പെട്ട ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആപത്തിൽ നിന്ന് നീ ഞങ്ങൾക്കൊരു തുറവി തരണേ, ഒരു എക്സിറ്റ് തരണേ അല്ലാഹ്. ഒരാള് പ്രാർത്ഥിച്ചപ്പോ ഗുഹാമുഖത്തിൽ നിന്ന് പാറക്കല്ല് ഒരൽപ്പം നീങ്ങി, പുറത്തെടുക്കാനായിട്ടില്ല, ഒന്നിങ്ങനെ അനങ്ങി. 2ാമത്തെ ആളും പ്രാർത്ഥിക്കണം. അയാൾ ചെയ്തൊരു പ്രവർത്തനം, മാതാപിതാക്കളെ ശുശ്രൂഷിച്ചതാണ് അയാൾ എടുത്തു പറയുന്നത്. വിശദമാണ് ചരിത്രം. മാതാപിതാക്കളെ അയാൾ വല്ലാതെ നോക്കിയിട്ടുണ്ട്. ഒരിക്കലും ഉമ്മാനി ഉപ്പാനി അയാൾ കരയിച്ചിട്ടില്ല. ഉമ്മാടെ ഉപ്പാടെയും കണ്ണുനീര് അയാൾ ഒരിക്കലും ഈ ഭൂമിയിൽ ഇറ്റാൻ അനുവദിച്ചിട്ടില്ല. ആ മകന്റെ പേരിൽ മകളുടെ പേരിൽ അങ്ങനെ വാപ്പാനും ഉമ്മാനും നോക്കിയതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ലാത്ത കാര്യം ഏത് ഉമ്മയും വാപ്പയും പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല എന്ന പോയിന്റ് അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, റബ്ബിന് ഇഷ്ടമില്ലാത്തത് ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല. അതല്ലാത്ത ഏത് കാര്യത്തിലും അവരെ നമ്മൾ അനുസരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, എല്ലാ അർത്ഥത്തിലും സ്നേഹം പകരണം, അവരുടെ മനസ്സിന് കുളിർമയുണ്ടാക്കണം. ആ വിധത്തിലുള്ള ഒരു കാര്യം ഞാൻ ചെയ്തു റബ്ബേ, അത് നിനക്കേ അറിയാം റബ്ബേ. ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് ഞാൻ എന്നോട് പറയാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണം. പാറക്കല്ല അല്പം കൂടി നീങ്ങി, പുറത്തെടുക്കാനായിട്ടില്ല. 3ാമൻ കൂടി ദുആ ചെയ്യുകയാണ്. അയാളുടെ ജീവിതത്തിലുണ്ടായ അയാൾക്കുണ്ടായ അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഒരു തൊഴിലാളിയോട് മുതലാളിയായ അദ്ദേഹം കൂലിക്ക് വിളിച്ചപ്പോ ആ കൂലി കൊടുക്കാൻ നിൽക്കാതെ ആ മനുഷ്യൻ പോയി എന്തോ കാരണത്താൽ. എന്നാൽ അയാൾ പോയില്ലേ, എനിക്കേതായാലും പണി ഇവിടെ തീർന്നു കിട്ടി, അയാൾ കൂലി വാങ്ങാൻ മറന്നു പോയില്ലേ, പോട്ടെ, എനിക്കത് ലാഭം എന്നാ നമ്മൾ ചിന്തിക്കുക. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ആ പോയ ആള് അയാളുടെ കൂലിവിടെ
വെച്ച് അത് വളർത്തി അതുകൊണ്ട് ബിസിനസ് ചെയ്ത് വളർത്തി വലുതായി നമുക്കൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തത്ര ആ സമ്പത്ത് അദ്ദേഹം ലാഭകരമായ നിലക്ക് അന്നത്തെ നിലക്കുള്ളൊരു ബിസിനസ് എന്താണോ, അല്ലെങ്കിൽ കാർഷികമായ കാര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ കാര്യസമ്പത്ത് എന്താണോ, അത് അദ്ദേഹം ചെയ്ത് ഉണ്ടാക്കി. ക്യാപിറ്റൽ എന്തായിരുന്നു അതിന്റെ ക്യാപിറ്റൽ, മൂലധനം എന്തായിരുന്നു? ഈ തൊഴിലാളിയുടെ ഒരു ദിവസത്തെ വിയർപ്പിന്റെ കൂലിയായിരുന്നു. അത് വെച്ച് അയാൾ ഉണ്ടാക്കി. ദീർഘകാലത്തിന്റെ ശേഷം ഈ മനുഷ്യൻ മടങ്ങി വരുമ്പോ ഈ മുതലാളി പറയാണ്, നിങ്ങൾക്കന്ന് കൂലി വാങ്ങാതെ നിങ്ങൾ പോയത്, ഇക്കാണുന്നതൊക്കെ നിങ്ങളുടെ മുതലാണ്, കൊണ്ടുപോയിക്കോളൂ. ധാരാളം കാലിസമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പരിഹസിക്കണോ? അല്ല, തീർച്ചയായും ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്, നിന്റെതാണ്. അയാൾക്ക് കൊടുത്തു, കൊണ്ടുപോയി. ഇതാണ് ഗുഹയിൽ വെച്ച് മൂന്നാമത്തെ വ്യക്തി പറയുന്നത്, റബ്ബേ, ഇത് ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടി മാത്രമാണ്, രക്ഷിക്കണം. ഗുഹാമുഖത്ത് നിന്ന് പാറക്കല്ല് കംപ്ലീറ്റ് നീങ്ങി. ആ ഗുഹയിൽ നിന്നവർ 3 പേരും പുറത്തു കിടന്നു, സുഖമായി പുറത്തേക്ക് കടന്നു. സഹോദരങ്ങളെ, കഥ പറയുന്നതും കഥ കേൾക്കുന്നതും കേവലം ആസ്വാദനത്തിനല്ല. നമുക്കിതിൽ പാഠമുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടാൽ ചിന്തിക്ക്, ഞാനും നിങ്ങളും ചിന്തിക്ക്, ഓരോ സ്ത്രീയും പുരുഷനും ചിന്തിക്ക്, ഞാനോ നിങ്ങളോ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ, റബ്ബേ, നിനക്ക് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, നീ എന്നെ രക്ഷിക്കണേ എന്ന് എടുത്തു പറയാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ആരോടും പറയണ്ട, ഞാൻ ഉത്തരം കണ്ടെത്തുക, നമ്മളിൽ ഓരോരുത്തരും ഉത്തരം കണ്ടെത്തുക. ഇങ്ങനെ എന്താ നമുക്കുള്ളത്? ഒരു രോഗിയുടെ രോഗം കാണാൻ പോകുന്നത് പോലും നമ്മുടെ ഒന്നും സ്വീകരിക്കാത്ത അമലായിട്ടാ പോണത്. ഒരു മരിച്ചയിടത്ത് പോകുന്നത് പലപ്പോഴും ഭൗതികമായ പല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ടാ പോകുന്നത്. അവിടെ പോയിട്ടില്ലെങ്കിൽ മോശല്ലേ? അവരൊക്കെ ചെന്നു, ഇയാള് വന്നോന്ന് ചോദിക്കും. അപ്പൊ ആൾക്കാർ ചോദിക്കുമ്പോ നമ്മൾ ചെന്നിട്ടില്ല എന്നറിഞ്ഞാൽ മോശല്ലേ? അങ്ങനെ പോണവരുണ്ട്. എല്ലാവരും മൂപ്പര ആസ്പത്രിയിലോ വീട്ടിലൊക്കെ പോയി കണ്ടു, ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെയൊക്കെ മുമ്പിൽ ഞാൻ മോശക്കാരനാവൂലേ എന്ന് വിചാരിച്ചു പോകുന്നവരുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അങ്ങനെ ചെയ്യുന്ന അമലുകൾ മുഴുവനും ബാത്തിലാക്കി കളയുന്ന നിയത്തുകൾ വെച്ചുകൊണ്ട് ആളുകൾ അവരുടെ അമലുകൾ ബാത്തിലാക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വിലയുണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യുന്ന അമലുകൾ മുഴുവനും റബ്ബിന്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യത ലഭിക്കുന്ന വിധത്തിലായി തീരാൻ ആവശ്യമായ ഉപാധികളും നിബന്ധനകളും ഈ പറഞ്ഞ 2 എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ എന്ന് ധാരാളം തവണ പരിശോധിച്ചിട്ട് വേണം മരണത്തെ കാത്തിരിക്കാൻ. സമയത്തിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ആ നിയമങ്ങളും നിബന്ധനകളൊക്കെ ഒപ്പിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചോളാന്ന് പറയാനുള്ള ഇടമൊന്നും ആർക്കും കിട്ടൂല. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് അവന്റെ അടുക്കൽ ഉത്തമമായ പദവികൾ ലഭിക്കുന്ന, ഉന്നതമായ സ്വീകാര്യത ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും എല്ലാം പൊറുക്കുന്ന റബ്ബ് പുറത്തു തന്ന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ മനുഷ്യന്റെ അശക്തി, റഹ്മാനായ റബ്ബിന്റെ ശക്തി എത്രത്തോളമാണെന്ന് ഓരോ ഘട്ടങ്ങളും നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ കോവിഡ് എന്ന പരീക്ഷണങ്ങൾ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിൽ കണ്ടനുഭവിച്ച് അതിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അപ്പോഴേക്കും വീണ്ടും ഇപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാനം അതീവ ജാഗ്രതയിലായി. നിപ്പ വൈറസ് എന്ന പേരിട്ടുകൊണ്ട്
ആ നിലക്കുള്ള ഒരു മാരകമായ അസുഖം. പടർന്നു പിടിക്കാൻ കോവിഡിന്റെ അത്ര തന്നെ സാധ്യതകൾ ഇല്ലെങ്കിലും പക്ഷേ കിട്ടിയാൽ മരണം ഉറപ്പ് എന്നൊരു വൈദ്യശാസ്ത്രജ്ഞന്മാര് പറയുന്ന അതീവ മാരകമായ രോഗം. ആളുകൾ ആരോടൊക്കെ ബന്ധപ്പെട്ടു എന്ന കണക്കുകൾ ഇപ്പോഴും പൂർത്തിയാക്കി തീർന്നിട്ടില്ല. ഇപ്പോഴും സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾ വാർത്തയിൽ കണ്ടു, ഒരാൾക്ക് കൂടി സ്ഥിരീകരിച്ചു. ഇതെന്താണ് സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? റഹ്മാനായ റബ്ബേ, നിനക്കാണ് ശക്തി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ശക്തിയും ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റാനും ഒരു സാഹചര്യത്തെ മറ്റൊരു സാഹചര്യത്തിലേക്ക് നീക്കം ചെയ്യാനുമൊന്നും ഒരാൾക്കും കഴിവില്ല അല്ലാഹുവിനല്ലാതെ. എല്ലാരും കൈമലർത്തുകയാണ്. ഒന്നും പറയാല്ല. മാസ്ക് ഇട്ടോളി, തൊടണ്ട, പിടിക്കണ്ട, അങ്ങോട്ട് വരണ്ട, അധികം യാത്ര ചെയ്യണ്ട, അങ്ങോട്ട് പോണ്ട, ഇവിടെ കൂടണ്ട. ഇതിലപ്പുറം ആർക്കും ഒന്നും പറയല്ല. ചില ആളുകൾക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ ഇത്ര കണ്ടതാ. അഹങ്കാരികൾ. അവരവർക്ക് വരുമ്പോ, ഓരോരുത്തർക്ക് പ്രയാസങ്ങൾ വരുമ്പോ മനുഷ്യനൊരു സ്വഭാവമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലെ 12-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമാ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅൻ ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സഹ് കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. സൂറത്ത് യൂനുസ് 12-ാമത്തെ ആയത്ത്. മനുഷ്യന് വല്ല ആപത്തും ബുദ്ധിമുട്ടും ഒക്കെ ബാധിച്ചാൽ മനുഷ്യന്റെ ഒരു സ്വഭാവം എന്താണെന്നറിയോ? അവന്റെ ഒരു സ്വഭാവം എന്താണെന്നറിയോ? അവൻ നമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ലിജംബിഹി, കിടന്നിട്ടും, ഔ ഖായിദൻ, ഇരുന്നിട്ടും, ഔ ഖായിമൻ, നിന്നിട്ടും. മനുഷ്യ ജീവിതത്തിന്റെ ചലനങ്ങൾ മൂന്നാലൊന്നേ ഉള്ളൂ. ഒന്നുകിൽ നിൽക്കയിരിക്കും, അല്ലെങ്കിൽ കിടക്കയിരിക്കും, അല്ലെങ്കിൽ ഇരിക്കയിരിക്കും. ഈ മൂന്നവസ്ഥയിലും ദുആയോട് ദുആയാണ്. എപ്പോ നമുക്കൊരു പ്രശ്നം വന്നാൽ, അയൽവക്കത്ത് വന്നാ വരെ നമുക്ക് പേടിയില്ല. എനിക്ക് വരുമ്പോ ഞാൻ ബേജാറാവുകയാണ്. മറ്റുള്ളവന്റേത് കണ്ട് പാഠം പഠിക്കാനോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ണും കാതും കൽബും തുറന്ന് കേൾക്കാനോ ചിന്തിക്കാനോ തയ്യാറാകുന്നില്ല. അത് വരുന്നിടത്ത് വെച്ച് കാണാനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ധിക്കാരത്തിന് ഒട്ടും കുറവ് വരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു പറയാണ്, എന്നിട്ടോ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു, അവന്റെ ബുദ്ധിമുട്ട് നാം ഒന്ന് നീക്കിക്കൊടുത്താൽ, ആ പ്രയാസത്തിൽ നിന്ന് നമ്മൾ അവനൊരു രക്ഷയാണ് നൽകി. എന്നാ അവന്റെ സ്വഭാവം എന്താണ്? മറ. പിന്നെ അവന്റെ ബാക്കി ജീവിതത്തിൽ അവൻ നടക്കുന്നത് എങ്ങനെയാണ്? കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സഹ്, അവന് ഒരാപത്തും ബാധിച്ചിട്ടില്ല, എന്നോടവൻ ദുആ ചെയ്തിട്ടില്ലാത്തവനെ പോലെയാണ്. പിന്നെ അവനതൊന്നും ഓർമ്മല്ല. അള്ളാനെ വിളിച്ചത് ഓർമ്മല്ല, ദ്വാർക്കനിട്ടോ എന്ന് പറഞ്ഞത് ഓർമ്മല്ല, പ്രാർത്ഥിക്കുക എല്ലാവരും എന്ന് പറഞ്ഞത് ഓർമ്മല്ല, എന്താ ചെയ്യാ നമുക്കൊണ്ട് നിവൃത്തില്ലല്ലോ എന്ന് പറഞ്ഞത് ഓർമ്മല്ല. അതീവ ധിക്കാരിയായിട്ട് അവൻ മാറുകയാണ്. അവന്റെ എല്ലാ ദുസ്വഭാവങ്ങളിലേക്കും അവൻ വീണ്ടും തിരിച്ചു കിടക്കുകയാണ്. ലോകം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു, എത്രയെത്ര മരണങ്ങൾ നമ്മൾ കണ്ടു, എത്രയെത്ര മയ്യത്തുകൾ സാധാരണയിൽ നിന്ന് വിപരീതമായി പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സുകൾക്ക് നൊമ്പരമുണ്ടാക്കുന്ന വിധത്തിൽ അവർ കബറടക്കി. എന്നിട്ട് ഞാനോ നിങ്ങളോ പഠിച്ചോ? എന്താ കൂത്താട്ടം, എന്താണ് ധൂർത്ത്, എന്തൊക്കെയാണ് സമൂഹത്തിന്റെ മുമ്പിൽ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തങ്ങൾ, എന്തൊക്കെയാണ് തുള്ളിച്ചാട്ടങ്ങൾ, എവിടെയൊക്കെയാണ് ഏതെല്ലാം വിധത്തിലാണ് എന്നെക്കൊണ്ട് റബ്ബിനെ വെല്ലുവിളിക്കാൻ ധിക്കരിക്കാൻ കഴിയുക, അതൊക്കെ ഞാൻ ചെയ്യണം. ഇതുകൊണ്ട് കാര്യമില്ല. അല്ലാഹു പറയുന്നു, കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. ഇത്തരത്തിലുള്ള എല്ലാ രംഗത്തും ഈ വിധത്തിലുള്ള തെമ്മാടികളായ ആളുകൾക്ക് അവർ ചെയ്യുന്നതൊക്കെ ഒരു ചന്തമാണ്. അവർക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അവർക്ക് അതാ നല്ലത് എന്നാണ് അവരുടെ മനസ്സ് പറയുന്നത്. സഹോദരങ്ങളെ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. നിപ്പയും വേണ്ട, കോവിഡും വേണ്ട, ഒരു ദുരന്തവും വേണ്ട. എവിടെ വെച്ചും മരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ വെച്ചും അത് സംഭവിക്കാം. കഴിഞ്ഞ ഖുതുബയിലും സൂചിപ്പിച്ചു ഞാൻ. ആ സമയത്ത് പറയും, റബ്ബേ ഒരു മടക്കം. നിവൃത്തിയില്ല, ചാൻസ് കിട്ടൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആണാവട്ടെ പെണ്ണാവട്ടെ,
ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ ഞാൻ ആലോചിക്കുക, എന്നെ ലോകം കാണുന്നുണ്ടോ, ലോകം എന്തു പറയും, ആളുകൾ എന്തു പറയും എന്നതല്ല ഞാൻ നോക്കേണ്ടത്, എന്റെ റബ്ബ് എന്തു പറയും, അള്ളാഹു എന്നെ എങ്ങനെ ഇടപെടും, എന്റെ റബ്ബ് എന്നെ എങ്ങനെ, അതാ നോക്കേണ്ടത്. അതാണ് ഇഖ്ലാസ്, അതാണ് ഇഖ്ലാസ്. അല്ലാതെ ആളുകൾക്ക് വേണ്ടി ഞാനൊരു തെറ്റിന്ന് ഒഴിവാകുക, അത് ഇഖ്ലാസ് അല്ല. ആളുകളില്ലെങ്കിൽ ഞാനത് ചെയ്യും. ആളുകൾ കുറ്റപ്പെടുത്തും എന്ന് ഭയപ്പെട്ടിട്ട് ഞാനൊരു തിന്മയിൽ നിന്ന് പിന്മാറുക, അതുകൊണ്ടെന്താ പ്രയോജനം? ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക. ഞാനും നിങ്ങളും അക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുക. ഇതൊന്നും അറിയാത്തവരും കേൾക്കാത്തവരും ഒന്നുമല്ല നമ്മൾ. പക്ഷെ എന്താണെന്നറിയോ, രക്തമോടുന്ന ഇടങ്ങളിലൂടെയൊക്കെ നമ്മിൽ നമ്മുടെ വർഗശത്രു ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെകുത്താൻ, ശൈത്താൻ നന്നാവാൻ സമ്മതിക്കൂല. അതുകൊണ്ടാണ് ഓരോ ഘട്ടങ്ങളിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രതിസന്ധിയും പ്രയാസവും ബുദ്ധിമുട്ടും വിഷമങ്ങളും മനസ്സിനെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുമ്പോ ഇസ്ലാം പഠിപ്പിച്ച ദിക്റൊക്കെ നോക്കൂ നിങ്ങൾ. ഇതിങ്ങനെ അരക്കിട്ടുറപ്പിക്കുന്ന ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇതൊരു ദിക്റാണ്. ഇതെപ്പോ പറയേണ്ടതാണെന്നറിയോ? മനസ്സ് വല്ലാതെ വിഷമിക്കുമ്പോ, പ്രതിസന്ധിയിലകപ്പെടുമ്പോ, പ്രയാസപ്പെടുമ്പോ. കാരണം ആ സമയത്ത് ആ മനുഷ്യൻ ഈ ഖബറും ദീർഘിയും ജാറോ നേർച്ചയും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങുക. മാപ്പിളമാരുടെ പേരിലുള്ളതൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവന്റെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി നോക്കും. എവിടെ പോയിട്ടാ കാര്യം നേടാൻ പറ്റാന്നേ മനസ്സിലുള്ളൂ. ഭയപ്പെടുക സഹോദരങ്ങളെ. ജീവിതം നമുക്ക് ഈ ജീവിതത്തിൽ ഇവിടെ അമൽ ചെയ്യാനുള്ള അവസരം ഒന്നേയുള്ളൂ. ഇവിടെ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഇഖ്ലാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്തും അവിടുത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അവിടുന്ന് കാണിച്ചിരുന്ന ചര്യകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യാം, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലേ മാറ്റിവെക്കുക. അതാ ഇഖ്ലാസ്. റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا أرحم الراحمين.